ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹെല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും അക്ഷരമുറ്റം ക്വിസിൽ വിജയിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു ഹാൻഡ്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം എത്ര മിനിറ്റാണ്? ഉത്തരം 60 മിനിറ്റ്. ഹാൻഡ്ബോൾ ടീമിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഉത്തരം 7 അംഗങ്ങൾ. ചന്ദ്രയാൻ 2 ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം GSLV മാർക്ക് 3. നെഹ്റുവിന്റെ വധു എന്ന് വിശേഷിക്കപ്പെട്ട ഗോത്രവർഗക്കാരി ബുധിനി മെജാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ബുധിനി എന്ന മലയാള നോവൽ രചിച്ചത് ആര്? ഉത്തരം സാറ ജോസഫ്. 2019 യുനെസ്കോയുടെ ലോക പൈതൃക നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ നഗരം ഏത്? ഉത്തരം ജയ്പൂർ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം അഹമ്മദാബാദ്. 2017 ജനുവരി 27 കേരള സംസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. 2019 ബാസിലിൽ നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ ചാമ്പ്യൻ ആര്? ഉത്തരം PV സിന്ധു. ഏത് രാജ്യത്താണ് ബാസിൽ നഗരം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. 2013 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസ് വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം PV സിന്ധു. നിഹാൽ സരിൻ ഏത് കളിയിലാണ് പ്രശസ്തൻ? ഉത്തരം ചെസ്. മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം കാൽഷ്യം. കേരളത്തിൽ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഉത്തരം പെരിയാർ. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പദം ഏത്? ഉത്തരം ഡ്രാഗൺ ഫ്ലൈ. അവസാനമായി മനുഷ്യൻ ചന്ദ്രനിൽ പോയ വർഷം ഏത്? ഉത്തരം 1972. ചന്ദ്രനിലെത്തിയ അവസാനത്തെയാൾ ആര്? ഉത്തരം യൂജിൻ സെർനാൻ. 2021 പരിസ്ഥിതി ദിനാചരണ സന്ദേശം എന്തായിരുന്നു? ഉത്തരം എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ അഥവാ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ആരുടെ ഡയറിയുടെ പേരാണ് കിറ്റി? ഉത്തരം ആൻ ഫ്രാങ്ക്. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ എന്ന പേരിൽ NRC പട്ടിക തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം അസം. മുള ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. ലോകത്ത് മുള ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി ആര്? ഉത്തരം നെൽസൺ മണ്ടേല. 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെ? ഉത്തരം പാരീസിൽ. ലോകത്തെ ഏറ്റവും വലിയ പക്ഷിശില്പം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഉള്ളത്. ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത് ഏത് പാറയിലാണ്? ഉത്തരം ജഡായു പാറ. വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേര് എന്ത്? ഉത്തരം വഞ്ചിപ്പാട്ട്. ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ച സംഘടന ഏത്? ഉത്തരം ഐക്യരാഷ്ട്രസഭ അഥവാ UN. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 20,000 റൺ തികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം വിരാട് കോഹ്ലി. വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസനാവയവം ഏത്? ഉത്തരം ത്വക്ക്. മരച്ചീനിയിൽ എവിടെയാണ് ആഹാരം സംഭരിക്കുന്നത്?
ഉത്തരം വേരിൽ. 1942 ഓഗസ്റ്റ് 8 കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയം അറിയപ്പെട്ടത് എങ്ങനെ? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രമേയം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മലയാളത്തിലെ മഹാകവിയാണ്. ആര്? ഉത്തരം വള്ളത്തോൾ. ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ലാൻഡറിന്റെ പേര് എന്ത്? ഉത്തരം വിക്രം. ആമസോൺ കാടുകളിൽ ഭൂരിഭാഗവും ഏത് രാജ്യത്താണ്? ഉത്തരം ബ്രസീൽ. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിന്റെ ഏതു ഭാഗമാണ്? ഉത്തരം വേര്. 2019 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത്? ഉത്തരം ഇംഗ്ലണ്ട്. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. സ്വാതന്ത്ര്യ സമരകാലത്ത് ബീഹാറിലെ കർഷകർ തങ്ങളുടെ ഭൂമിയുടെ കുറെ ഭാഗത്ത് നിർബന്ധമായും നീലം കൃഷി ചെയ്യണമെന്നും അത് വെള്ളക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവർക്ക് നൽകണമെന്നുമുള്ള വ്യവസ്ഥയുടെ പേര് എന്ത്? ഉത്തരം തീൻ കടിയ. 1947 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 500-ലേറെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച കാശ്മീരിലെ നാട്ടുരാജാവ് ആരാണ്? ഉത്തരം ഹരി സിംഗ്. PV സിന്ധു ലോക ബാഡ്മിന്റൺ ചാമ്പ്യനായത് ഏത് രാജ്യത്തിൽ നടന്ന മത്സരത്തിലാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിലുണ്ടായ ഏതു ചരിത്ര സംഭവത്തിന്റെ പേരിലാണ് ബ്രിട്ടീഷ് സർക്കാർ അടുത്തിടെ ഖേദം പ്രകടിപ്പിച്ചത്? ഉത്തരം ജാലിയൻ വാലാബാഗ്. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് നൽകുന്നത് ഏതിനം വാഹനങ്ങൾക്കാണ്? ഉത്തരം ഇലക്ട്രിക് വാഹനങ്ങൾക്ക്. 16-ാം വയസ്സിൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച പെൺകുട്ടി ആര്? ഉത്തരം മലാല യൂസഫ്സായി. കേരള കലാമണ്ഡലം ഏതു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഭാരതപ്പുഴ. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏത്? ഉത്തരം പസഫിക് സമുദ്രം. 2028 വർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടാകും? ഉത്തരം 366 ദിവസങ്ങൾ. ഓണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏത്? ഉത്തരം മധുരൈ കാഞ്ചി. ഇന്ത്യയിൽ 2017 ജൂലൈയിൽ GST സേവന നികുതി നിലവിൽ വന്നു. GST നികുതി വ്യവസ്ഥ നിലവിൽ വന്ന ആദ്യ രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. ടെലിവിഷനിലെ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏത്? ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കിം ജോങ് ഉൻ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്? ഉത്തരം ഉത്തര കൊറിയ അഥവാ നോർത്ത് കൊറിയ. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് വേദവ് കൃഷ്ണയാണ്. രണ്ടാമതായി കേമൽ പി എന്ന അക്കൗണ്ട്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ISRO അഥവാ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം V നാരായണൻ. മരട് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ആരോഗ്യമന്ത്രി ആര്? ഉത്തരം വീണ ജോർജ്. പഞ്ചായത്തിൽ കൃഷി സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും കർഷകരെ സഹായിക്കുന്നതിനുമായുള്ള ഓഫീസ് ഏതാണ്? ഉത്തരം കൃഷിഭവൻ അഥവാ കൃഷി ഓഫീസ്. ശുചിത്വ മിഷന്റെ അടയാളത്തിൽ അഥവാ എംബ്ലത്തിൽ ഒരു പക്ഷി ചൂൽ പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ഉള്ളത്. ഏതാണ് ഈ പക്ഷി? ഉത്തരം കാക്ക. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിനം ഏത്? ഉത്തരം ആഗസ്റ്റ് 9.
കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെ? ഉത്തരം ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ല. ലോകത്ത് മുള ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം ചൈന. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ജി ശങ്കരക്കുറുപ്പിന്. ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏത്? ഉത്തരം 1965. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര? ഉത്തരം 11 ലക്ഷം രൂപ. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? ഉത്തരം ഓടക്കുഴൽ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെ? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, MT, ONV, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവർ. ജ്ഞാനപീഠം എന്ന സ്ഥാപനം ആരംഭിച്ചത് ആര്? ഉത്തരം സാഹു ജെയിൻ കുടുംബത്തിലെ ശാന്തിപ്രസാദ് ജെയിൻ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം അന്തിമഹാകാലം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര്? ഉത്തരം ആശാപൂർണ ദേവി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. ഈ വരികൾ എഴുതിയത് ആര്? ഉത്തരം കുമാരനാശാൻ. ഡൽഹിക്കും ലക്നൌവിനും ഇടയിൽ ഓടുന്ന തേജസ് എക്സ്പ്രസിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടി. അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. 2019 സുവർണ ജൂബിലി ആഘോഷിച്ച OV വിജയന്റെ നോവൽ ഏത്? ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം. പതാകകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതു രാജ്യത്തിന്റെ പതാകയാണ്? ഉത്തരം നോർവേ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങളിലെ വിജയികൾക്കാണ് ഫ്രീഡം ട്രോഫി നൽകുന്നത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. കേരള സംസ്ഥാന സഹകരണ ബാങ്കിനെയും 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും ലയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ തുടങ്ങിയ ബാങ്ക് ഏത്? ഉത്തരം കേരള ബാങ്ക്. കുഞ്ഞാലി മരയ്ക്കാർ ഏത് രാജാവിന്റെ നാവികപ്പടയുടെ നായകനായിരുന്നു? ഉത്തരം സാമൂതിരി. ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ 5 ആരുടെ ജന്മദിനമാണ്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം അശോകൻ ചരുവിൽ. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്ക്? ഉത്തരം ലളിതാംബിക അന്തർജനം. വയലാർ അവാർഡിന്റെ സമ്മാനത്തുക എത്ര? ഉത്തരം 1 ലക്ഷം രൂപ.
വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് എപ്പോൾ? ഉത്തരം 1977 മുതൽ. 2024 JC ഡാനിയേൽ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഷാജി N കരുൺ. ആദ്യ JC ഡാനിയേൽ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം TE വാസുദേവൻ. മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം JC ഡാനിയേൽ. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി കേരള സർക്കാരിന് കീഴിലുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നൽകുന്ന പുരസ്കാരം ഏത്? ഉത്തരം JC ഡാനിയേൽ അവാർഡ്. ആരാണ് ഇപ്പോൾ RBI ഗവർണർ? ഉത്തരം സഞ്ജയ് മൽഹോത്ര. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരി, നോബൽ പുലിസ്റ്റർ അവാർഡ് ജേതാവ് അടുത്തിടെ അന്തരിച്ചു. കറുത്ത വർഗക്കാർ നേരിടുന്ന വിവേചനത്തിന്റെ നേർക്കാഴ്ചകളാണ് അവരുടെ രചനകൾ. ആരാണ് ഇവർ? ഉത്തരം ടോണി മോറിസൺ. ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വനിതാ മന്ത്രി ആര്? ഉത്തരം നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ മന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഹിരോഷിമയിലായിരുന്നല്ലോ. ഓഗസ്റ്റിലെ തിങ്കളാഴ്ച രാവിലെ 8:15 ഇത്. ഏത് വർഷമാണ് ഇത് സംഭവിച്ചത്? ഉത്തരം 1945. കബി കബി മേരെ ദിൽ മേ എന്ന പ്രശസ്ത സിനിമാ ഗാനത്തിന് സംഗീതം പകർന്നത് ആര്? ഉത്തരം മുഹമ്മദ് ഖയ്യാം സഫൂർ. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ 80ാമത് അവയവം ഏത്? ഉത്തരം ഇന്റർസ്റ്റീഷ്യം. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം പാരാതെർമോൺ. ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന് അടിത്തറയിട്ട സാലിം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ഏതാണ് ആ ദിവസം? ഉത്തരം നവംബർ 12. എബോള രോഗം പരത്തുന്ന ജീവി ഏത്? ഉത്തരം വവ്വാൽ. മുടിക്കോട് ലോക്കൽ എന്നത് അത്യുൽപാദന ശേഷിയുള്ള ഏത് പച്ചക്കറി ഇനമാണ്? ഉത്തരം വെള്ളരി. ജമ്മു കാശ്മീർ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം 2. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും കാണുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.